കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു എന്നൊരു വാർത്ത വരുന്നു. വീടുകളോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. നേരത്തെയും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു എന്നറിയുന്നു. അർജുൻ കല്യാട് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ് അർജുൻ. ഇന്ന് ഉത്രാട ദിനമാണ്. ആശങ്കയുയർത്തി മണ്ണിടിഞ്ഞ വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപകടകരമായ സാഹചര്യമുണ്ടോ അവിടെ? ഡോക്ടറും തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദേശീയപാതയുടെ ജോലി നടക്കുന്ന ഈ ഭാഗത്താണ്. എളയാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടം ഉണ്ടാവുന്നത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ വലിയ JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഭാഗത്തെ മണ്ണ് അപ്പാടെ തന്നെ ഇടിഞ്ഞ് വീഴുകയായിരുന്നു. അതിൻ്റെ മണ്ണുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഇവിടെയുള്ള ജനങ്ങൾ വളരെ ആശങ്കാകുലരാണ്. കാരണം ഇതിങ്ങനെ ഒരു ഭാഗത്ത് അപ്പാടെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത് വലിയ അപകടമാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. നമ്മൾ അതിൻ്റെ ആ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അവിടെ മുകൾ ഭാഗത്തൊക്കെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. കാരണം അവിടെ ഇപ്പോഴും മണ്ണിങ്ങനെ ചെറുതായി ഇടിഞ്ഞ് വീഴുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. JCB ഉപയോഗിച്ച് വലിയ ഹിറ്റാച്ചിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്ന പ്രവൃത്തി തുടരുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ മണ്ണ് അങ്ങനെ അടർന്ന് താഴേക്ക് വീണതാണ് ഇങ്ങനൊരു അപകടത്തിൽ വഴിവെച്ചത്. ഇതിന് മുൻപും സമാനമായ രീതിയിൽ തന്നെയുള്ള വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഇതിൻ്റെ 2 വശങ്ങളിലും വലിയ ഉയരത്തിൽ മണ്ണ്, അതായത് ഇതിൻ്റെ നടുഭാഗത്തു കൂടി മണ്ണ് എടുത്തു മാറ്റിയതിന് ശേഷമാണ് ഈ തരത്തിലിവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രയാസം ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. 2 വശങ്ങളിലും വലിയ ഉയരത്തിന് മുകളിൽ വീടുകളൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവരൊക്കെ പറയുന്നത് വലിയ അപകടത്തിലാണ് അവരൊക്കെ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. മണ്ണ് ഇടിഞ്ഞ് നീങ്ങിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെയുള്ള പ്രദേശവാസികളുടെ ഇവിടെയുള്ള ഈ വീടുകളുടെ ആളുകളൊക്കെ താമസം മാറുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെയുള്ള ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം കണ്ണൂരിൽ എളയാവൂരിലാണ് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. അത് അവിടെ പ്രദേശവാസികളുടെ വീടിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഇടിഞ്ഞു എന്നുള്ളതിൽ അല്പം ആശങ്കയുണ്ട്. ആ ഇടിഞ്ഞ മണൽത്തട്ടയ്ക്ക് മുകളിൽ അവിടുത്തെ നാട്ടുകാരും നിൽപ്പുണ്ട്. അവർക്കും ചെറിയ ആശങ്കകളൊക്കെ ഉണ്ട് ഇടിഞ്ഞ് വീഴുന്നതിൽ. മാത്രമല്ല, നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ ഭാഗമാണ്. കേരളത്തിൽ പലയിടങ്ങളിലും ഇതേപോലെ അശാസ്ത്രീയമായ മണ്ണെടുപ്പും ദേശീയപാത നിർമ്മാണവും മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. ദേശീയപാത സംരക്ഷണ ഭിത്തികൾ പല സ്ഥലങ്ങളിലും ഇടിഞ്ഞു വീണത് നമ്മൾ വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ നിർമ്മാണത്തിലിരുന്ന കണ്ണൂർ എളയാവൂരിലെ ദേശീയപാത പ്രദേശത്ത് മണ്ണിടിഞ്ഞിരിക്കുകയാണ്. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, അത് ഈ മണ്ണിടിഞ്ഞതിൽ നിന്ന് എത്ര അകലെയാണ് അടുത്തുള്ള വീടുള്ളത്? അർജുൻ കല്യാട്, കേൾക്കാമെങ്കിൽ ഈ മണ്ണിടിഞ്ഞതിനോട് എത്ര അടുത്താണ് വീടുകൾ? ഡോക്ടർ, നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ്. എതിർ ദിശയിലാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ആ പറയുന്ന ഭാഗത്തൊക്കെ ആളുകൾ താമസമുള്ള പ്രദേശമാണ്. ഈ പറയുന്ന ഭാഗത്താണ് ഈ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. നമുക്കിത് കാണാൻ വേണ്ടി കഴിയും. മണ്ണ് അങ്ങനെ തന്നെ, അതായത് ഈ സംരക്ഷണ ഭിത്തി അപ്പാടെ തന്നെ അമർന്ന് താഴെ ഭാഗത്തേക്ക് പോയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു ലിമേഷ് ചെറുപക്ഷി ഒരു വൈഡ് ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ സംരക്ഷണ ഭിത്തി കരിങ്കൽ കൊണ്ട് കെട്ടി ഉയർത്തിയിരുന്ന ആ ഭാഗം അപ്പാടെ തന്നെ ഏകദേശം ഒരു 1.5 ആളുടെ ഉയരത്തിലുള്ള മണ്ണും അതുപോലെ തന്നെ അവിടെ കെട്ടിയുയർത്തിയ ഈ സംരക്ഷണ ഭിത്തിയും അപ്പാടെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോവുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോഴും ഇവിടെ ജനങ്ങളൊക്കെ പറയുന്നത് നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ദൃശ്യങ്ങൾ കൂടി കാണിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഈ പറയുന്ന ദേശീയപാതയുടെ പണി നടക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ ഈ മണ്ണ് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഉൾപ്പെടെ മണ്ണ് അടിഭാഗത്തു നിന്നും മെല്ലെ മെല്ലെ ഉതിർന്ന് താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഇപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. ഈ ഭാഗത്തൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലം കൂടിയാണ്. ഈ പറയുന്ന ഭാഗത്തൊക്കെ വീടുകളുള്ളതാണ്. ഇതൊക്കെ ഒരു
ജനവാസം ആളുകൾ താമസിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് ഏകദേശം ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ പോലും അകലമില്ല ഈ വീടും ഈ പറയുന്ന ഈ വലിയ ഉയരവുമൊക്കെയായി. ഇവിടെ നമുക്കിപ്പോഴും കാണാൻ വേണ്ടി കഴിയും. മണ്ണ് ചെറുതായി അടർന്ന് വീടുന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ വലിയ അപകട ഭീഷണി അതിൻ്റെ ഈ പറയുന്ന പില്ലറിലുൾപ്പെടെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വലിയ കോൺക്രീറ്റ് ഭിത്തിയായിരുന്നു ആ കോൺക്രീറ്റ് ഭിത്തിയിൽ ഉൾപ്പെടെ വിള്ളലുകൾ നമുക്ക് ഇവിടെ കാണാനും കഴിയും. കാരണം വലിയ അപകടം ഈ മണ്ണപ്പാട തന്നെ അമർന്ന താഴെ ഭാഗത്തേക്ക് വന്നതോടുകൂടി തന്നെ അതിൽ നിന്നും ഒരു തള്ളിച്ച ഈ പുറത്തേക്ക് ഈ കോൺക്രീറ്റ് ഭിത്തിയിലേക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായി അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ സംരക്ഷണ ഭിത്തിയിൽ ഉൾപ്പെടെ വിള്ളലുകൾ ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിലും അത്തരം വിള്ളലുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഈ കോൺക്രീറ്റ് ഭിത്തി തന്നെ അപകട ഭീഷണിയിലാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. ആ തരത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ള ദൃശ്യങ്ങളുള്ളത്. ഇപ്പോൾ കണ്ണൂർ MLA TO മോഹൻ ഉൾപ്പെടെയുള്ള ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. TO മോഹൻ്റെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. MLA ഉൾപ്പെടെയുള്ള സംഘം ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി അവരൊക്കെ ആ രീതിയിൽ തന്നെയാണ് ഹൈറ്റിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മണ്ണിടിഞ്ഞത് വീടുകളോട് ചേർന്നുള്ള ഭാഗത്താണ്. ആളപായമൊന്നും ഇപ്പോഴില്ല. പക്ഷേ ആശങ്കയുണ്ട്. ഓണക്കാലമായിട്ട് എപ്പം മണ്ണിടിഞ്ഞ് താഴെ പോവും എന്നുള്ള ആശങ്കയിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ കണ്ണൂരിൽ എളാവൂരിൽ മാത്രമല്ല പലയിടങ്ങളിലുമുണ്ട് എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ടാണ് പലയിടത്തും മണ്ണ് എടുത്തിരിക്കുന്നത്. വെർട്ടിക്കലായിട്ടൊക്കെ കുത്തനെ അങ്ങ് എടുത്ത് നിർത്തിയിരിക്കുക. ഒരു തരത്തിലുള്ള സോയിൽ നെയിലിംഗും നടത്താതെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പലയിടത്തും ദേശീയപാത പോകുമ്പോൾ നമുക്ക് കാണാം.